അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 19ാമത്തെ ഹദീസ് പാഠത്തിലാണ് നാം ഉള്ളത്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്ന് നാം പഠിക്കുന്നത്. നോക്കാം. عن أبي برزة الأسلمي رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يقول بآخرة إذا أراد أن يقوم من المجلس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. فقال رجل إنك لتقول قولا ما كنت تقوله فيما مضى يا رسول الله. فقال كفارة لما يكون في المجلس. سنن أبي داود رحمه الله. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നീ എത്രയോ പരിശുദ്ധനാണ്, നിന്റെ സ്തുതിയെ ഞാനിതാ വാഴ്ത്തുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ആരാധ്യനും തന്നെ ഇല്ല, അത് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നതായി കൊണ്ടൊരു ദിവസം ഒരു വ്യക്തി കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ മുമ്പൊന്നും പറഞ്ഞ് പരിചയമില്ലാത്ത ചില വാക്കുകൾ പറയുന്നതായിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത് കഫാറത്തുൽ ലിമാ യകൂനു ഫിൽ മജ്ലിസ്, ഈ മജ്ലിസിൽ സംഭവിച്ചു പോയ, ഈ ഇരുത്തത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾക്കുള്ള പരിഹാരമാണ് എന്ന് ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് ഈ ഹദീസ് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി നമ്മളൊക്കെ പലപ്പോഴും കൂടിയിരിക്കാറുണ്ട്. ദീനിയായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ ഭൗതികപരമായുള്ള കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നമ്മുടെ കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ നമ്മൾ കൂടിയിരിക്കാറുണ്ട്. ഇതിൽ മതപരമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിഷയങ്ങൾ പഠിക്കാനും ഒക്കെ വേണ്ടി കൂടിയിരുന്നു കഴിഞ്ഞാൽ, ദഅവത്തിനൊക്കെ വേണ്ടി കൂടിയിരുന്നാൽ അത് വലിയ പുണ്യകരമായുള്ള കാര്യമായിക്കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാം. ഭൗതികപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കൂടിയിരുത്തത്തിൽ എപ്പോഴും ബർക്കത്തുണ്ട് എന്ന് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മതപരമോ ഭൗതികപരമോ ആയ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസാരങ്ങളിൽ അറിയാതെ വീഴ്ചകൾ വന്നു പോകും. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒരുപക്ഷെ വീഴ്ചകൾ വന്നു പോയേക്കാം. നമ്മുടെ നോട്ടങ്ങളിൽ പോലും ഒരുപക്ഷെ വീഴ്ചകൾ വന്നു പോയേക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കൂടിയിരുത്തങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഈ വീഴ്ചകൾ പരിഹരിക്കപ്പെടുവാനുള്ള മാർഗമായിക്കൊണ്ടാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്നത്. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ അത് പരിഹരിക്കപ്പെടുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റുവാനും അത് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, നന്മയിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന ഒരാവർത്തി കൂടി നമുക്ക് നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.